ഈ വീഡിയോയിൽ ഇറാൻ ഇസ്രായേൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് ഫുള്ളായിട്ട് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. ഇതിൽ ഞാൻ 3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ സാധാരണമായിട്ട് തന്നെയാണ് പറഞ്ഞത്. അതായത് കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ പറയുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളതിൽ ഒരു സീരിയസ്നെസ് കൊടുക്കാതിരിക്കേണ്ട, എന്തെങ്കിലുമൊക്കെ ഒന്ന് നടക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിലിപ്പം 2 വശങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന് ഇസ്രായേലിൻ്റെ വേർഷൻ, മറ്റൊന്ന് അമേരിക്കയുടെ വേർഷൻ. ഇപ്പോൾ അമേരിക്ക പെട്ടെന്ന് പൊടുന്നതിനെ തന്നെ ഇത് ഞങ്ങൾക്കും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ട്രംപ് പെട്ടെന്ന് കൈ കഴുകി മാറി നിൽക്കുകയാണ്. എന്തിനാണെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ഒരു ചർച്ച ബാക്കിയുണ്ടല്ലോ, ആ ചർച്ചയ്ക്ക് എങ്ങാനും ഇറാൻ ഇനി വരാതെ പോവുമോ, ഇനിയിപ്പോൾ ആ ചർച്ചയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചാലോ, ഇസ്രായേലിനും ഇറാനും ഇടയിലുള്ള ആ ഒരു ഒത്തുതീർപ്പ് ഞാനാണ് നടത്തിയത്, അമേരിക്കയാണ് നടത്തി വെച്ചത് എന്നുള്ള നിലയിലൊന്ന് പറയാമല്ലോ, ഒരു അവകാശവാദം. അതായത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ വന്നിട്ട് ഞാനാണ് സമാധാനമായിട്ട് കാര്യങ്ങളൊക്കെ നടത്തി വെച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതേപോലത്തെ രീതിയിൽ ചില ടെക്നിക്കുകൾ, ചില ആഗ്രഹങ്ങൾ, ട്രംപിൻ്റെ ചെറിയ ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഈ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അല്ലാതെ അത് നടത്താൻ പറ്റത്തില്ല, അതാദ്യം മനസ്സിലാക്കിക്കൊള്ളുക. കാരണം നേരെ അമേരിക്ക തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിന് അത് വലിയ ബുദ്ധിമുട്ടാവും. തീർച്ചയായിട്ടും അമേരിക്കയുടെ സൈഡിൽ നിന്നും ഈ ഇറാനെ അറ്റാക്ക് ചെയ്യാനുള്ള ഭാഗത്തിന് ഹെവി LBS കൂടിയ മ്യൂണീഷൻസ് ഓൾറെഡി തന്നെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ 1.5 മാസങ്ങൾക്ക് മുമ്പ് തന്നെ കൊണ്ട് ഡംപ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ വാർത്താ ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുടെ വേർഷൻ എന്ന് പറഞ്ഞാൽ തൽക്കാലം ഈ ഒരു കൂടിക്കാഴ്ച, ഒമാനിൽ നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഈ അമേരിക്കയുടെ നിലപാട് ഇങ്ങനെ തന്നെയായിരിക്കും. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിനോടൊപ്പം തന്നെയായിരിക്കും അമേരിക്ക നിൽക്കുന്നത്. അതിൽ യാതൊരു മാറ്റവും. കാരണം ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് പ്രിസൈസ് അറ്റാക്ക്. ഇസ്രായേലിൻ്റെ ഉള്ളിൽ നെതന്യാഹുവിന് ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി. അത് ഞാൻ എൻ്റെ 2-3 വീഡിയോകളിൽ തുടരെ നമ്മൾ പറയുന്നുണ്ട്. അതായത് അവിടെ ഒരു വിശ്വാസ വോട്ടെടുപ്പ് വന്നു കഴിഞ്ഞാൽ നിലവിലെ നെതന്യാഹുവിൻ്റെ ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പോപ്പുലാരിറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് നെതന്യാഹുവിനെതിരെ വന്ന് ഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ നെതന്യാഹുവിൻ്റെ മേളിൽ ഒരു ക്രിമിനൽ കേസും കൂടി ഉണ്ട്. ആ കേസും കൂടി ഏതാണ്ട് ആ കേസിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിഗതികൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് നെതന്യാഹുവിനെതിരെ വരുന്ന പോലെ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾക്കെല്ലാം കൂടെ ചേർത്തിട്ട് ഒറ്റൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു കാര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറാനെ ഒന്ന് അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ നറ്റാൻസിലുള്ള ആ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് സ്ഥലം ഇന്നുണ്ടായതല്ല, പെട്ടെന്ന് അത് കുറേ കാലം കൊണ്ട് തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ അതിന് ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു ടൈം ലൈനിൽ ഇറാൻ്റെ മേളിൽ അറ്റാക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത് ഇതൊരു വലിയൊരു പ്രഷറാണെന്നുള്ളത് ഞാൻ പൊതുവിലെ ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ള വാർത്തകളൊക്കെ മോണിറ്റർ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കറക്റ്റായിട്ടുള്ള ഒരു സ്പോട്ടായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതായത് നെതന്യാഹു എടുത്ത തീരുമാനത്തിൻ്റെ ആ ഒരു ടൈം ലൈൻ വളരെ വ്യക്തമായിട്ടുള്ള ടൈമിലാണ്, ക്രൂഷ്യൽ ടൈമിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും നെതന്യാഹുവിന് ഗുണം ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണം ചെയ്യും, തീർച്ചയായിട്ടും ഗുണം ചെയ്യും. കാരണം ഇനിയിപ്പോൾ റൈറ്റ് വിങ്ങിലുള്ള കംപ്ലീറ്റ് ആൾക്കാരും നെതന്യാഹുവിനെ സപ്പോർട്ട് ചെയ്യും. ഇനിയിപ്പോൾ ഈ ഒരു ബന്ദിമോചനം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പോയാൽ തന്നെയും ഇറാനിന് കൊടുക്കുന്ന ഈ ഒരു തിരിച്ചടി ഇസ്രായേലിൻ്റെ ഉള്ളിൽ നെതന്യാഹുവിൻ്റെ ആ ഒരു പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കാൻ കാരണമാകും എന്നുള്ളത് യാതൊരു ഡൗട്ടും ഇല്ലാത്ത കാര്യമാണ്. കാരണം ഇസ്രായേലിൻ്റെ ഉള്ളിൽ നെതന്യാഹുവിനെതിരെ തന്നെ ഇസ്രായേലിൻ്റെ ഡീപ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. ഷിൻബെറ്റിൻ്റെ പഴയ ലീഡർ, അതേപോലെ നെതന്യാഹു പുറത്താക്കിയ കുറേ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ട്. അവരെല്ലാം തന്നെ നെതന്യാഹുവിനെതിരെ തന്നെയാണ്. ഷിൻബെറ്റിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന റോണൻ ബാറിനെ മാറ്റുന്ന സമയത്ത് നെതന്യാഹു നേരിട്ട ഒരു ഭീഷണിയുണ്ട്. ആ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നെതന്യാഹു ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നെതന്യാഹു ഇസ്രായേലോടോ അല്ലെങ്കിൽ ഇസ്രായേൽ ജനങ്ങളോടോ കൂറില്ലാത്ത വ്യക്തിയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നെതന്യാഹു പക്ക പൊളിറ്റീഷ്യനാണ്. ആ പൊളിറ്റിക്കൽ ലൈഫ്, അതായത് പവർ ഉണ്ടെങ്കിലല്ലേ അവിടെ കാര്യം ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ആ പവർ നിലനിർത്താൻ വേണ്ടിയിട്ട് നെതന്യാഹുവിൻ്റെതായിട്ടുള്ള ചില പൊളിറ്റിക്കൽ ടെക്നിക്സുകളൊക്കെ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇതിനെ കണ്ടാൽ മതി. പിന്നെ ഇറാനെ അറ്റാക്ക് ചെയ്യുന്നത് അത് ഇസ്രായേലിൽ ഫുൾ പവറിൽ നെതന്യാഹു ഉണ്ടെങ്കിലും അറ്റാക്ക് ചെയ്യും, ഫുൾ പവറിൽ ഇല്ലെങ്കിലും അവിടെ നെതന്യാഹുവിൻ്റെ പൊസിഷനിൽ ആര് വന്നാലും ഇസ്രായേലിൻ്റെ ദൗത്യം വളരെ വ്യക്തമായിട്ട് നടക്കും. അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഫോട്ടോയിൽ കാണുന്നത് ആയത്തുള്ള ഖൊമേനി മെഡൽ കൊടുക്കുന്ന ഒരു രംഗമാണ്. ആർക്കാണ് മെഡൽ കൊടുക്കുന്നത് പറഞ്ഞാൽ അമീർ അലി ഹാജിസാദെ എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് മെഡൽ കൊടുക്കുന്നത്. ഇയാൾ IRGCയിൽ വളരെ സുപ്രധാന പൊസിഷനിലുള്ള ഒരു വ്യക്തിയാണ്. ഇയാൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇസ്രായേൽ അയാളെ ഇന്നലെ തീർത്തിട്ടുണ്ട്. ഈ അമീർ അലി ഹാജിസാദെ പലവട്ടം പബ്ലിക്കിൽ, ഇറാൻ്റെ ഉള്ളിൽ പബ്ലിക്കിൽ സ്പീച്ച് കൊടുക്കുന്ന സമയത്ത് ഇസ്രായേലിനെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞുള്ള സ്റ്റേറ്റ്മെൻറ്റ് പലവട്ടം റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 3 മണിക്കാണ് ഈ അറ്റാക്കിന് ഒരുങ്ങിയതായിട്ടുള്ള വാർത്തകളാണ് ഇസ്രായേൽ തന്നെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഡ്രോൺ അറ്റാക്ക് കുറേ നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ ഇറാൻ്റെ ഉള്ളിൽ.
ആ ഡ്രോണുകളെല്ലാം തന്നെ ഇറാൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് അത് ഡിപ്ലോയ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ മൊസാദ് മുമ്പ് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ അറ്റാക്ക് നടത്താൻ ഉപയോഗിച്ചത് 200 വിമാനങ്ങളാണ് ഉപയോഗിച്ചത്. 200 വിമാനങ്ങൾ, 100 ടാർഗറ്റുകൾ, 100 ടാർഗറ്റുകൾ, 330 മ്യൂണീഷൻസ്, 330 അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ഈ 100 ടാർഗറ്റുകളിലായിട്ട്. ഇതിൽ മൾട്ടിപ്പിൾ അറ്റാക്ക് തെഹ്റാനിൽ IRGCയുടെ ഹെഡ് ഓഫീസിൽ നടത്തിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ അറ്റാക്കുകൾ നറ്റാൻസ് എന്ന് പറഞ്ഞ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് സ്റ്റേഷനിൽ നടത്തിയിട്ടുണ്ട്. ഈ ഫോട്ടോയിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മുഹമ്മദ് ഹുസൈൻ ബഹൈരി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ജനറൽ സ്റ്റാഫ് ഓഫ് ഇറാൻ ആംഡ് ഫോഴ്സിലെ സീനിയർ ഉദ്യോഗസ്ഥനാണ് ഈ വ്യക്തി. ഈ വ്യക്തിയും ഇസ്രായേൽ ഇന്നലെ തട്ടിക്കളഞ്ഞിട്ടുണ്ട്, എലിമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഹുസൈൻ സലാമി. ഈ ഹുസൈൻ സലാമി IRGCയുടെ ഹെഡ് ഓഫ് ദ പേഴ്സൺ ആണ്. IRGC എന്ന് പറഞ്ഞാൽ ഇറാൻ റെവല്യൂഷണറി ഗാർഡിന്റെ ചീഫ് ഓഫ് പേഴ്സണെയാണ് എടുത്തു കളഞ്ഞിരിക്കുന്നത്, എലിമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഈ വാചകമടിയല്ല യഥാർത്ഥത്തിൽ റിറ്റാലിയേഷൻ എന്ന് പറയുന്നതും ഒരു രാജ്യത്തിൻ്റെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നതും അതുപോലെ അറ്റാക്കിംഗ് ചെയ്യുക എന്നുള്ളതും പ്രിസൈസ് അറ്റാക്ക് ചെയ്യുകയാണെന്നുള്ളതും അത്ര എളുപ്പത്തിലുള്ള കാര്യമല്ല. അത് ഇസ്രായേലിനെ കണ്ടു തന്നെ പഠിക്കേണ്ട വിഷയമാണ്. അല്ലാതെ ഇറാൻ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസും ഇല്ലാണ്ട് ജസ്റ്റ് 10 മിസൈലുകൾ വാരിക്കോരി അങ്ങനെ വിട്ടിട്ട് യാതൊരു കാര്യമില്ല. അതായത് മിസൈലുകൾ ആർക്കും തന്നെ വിട്ട് കഴിഞ്ഞാൽ ഏത് രാജ്യത്തിന് വേണമെങ്കിലും വിടാൻ പറ്റും. കുറച്ച് മിസൈലുകൾ മേടിച്ച് വെച്ചിട്ട് ഡിപ്ലോയ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് സ്റ്റഡി ചെയ്ത് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പ്രിയാംറ്റീവ് സ്ട്രൈക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ നടത്താൻ പറ്റൂ. അപ്പോൾ അത് ഇസ്രായേൽ പലതവണ തെളിയിച്ചിട്ടുണ്ട്. ഈ ഹുസൈൻ സലാമിയെ എടുത്തു കളഞ്ഞെന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ഇസ്മായിൽ ഹാനിയ എന്ന് പറഞ്ഞ ഹമാസിന്റെ നേതാവിനെ ഇറാന്റെ ഒരാൾക്കാർ പോലും അറിയാതെ അയാളെ ഉറങ്ങാൻ കിടന്ന ആളെ ആ റൂമിലിട്ട് തട്ടിയെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു വിവരമോ ഒരു ഇൻവെസ്റ്റിഗേഷനോ ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ടോ ഇതുവരെ ഇറാന് പുറത്തുവിടാൻ കഴിഞ്ഞിട്ടില്ല. ഇറാൻ എന്ന് പറഞ്ഞ ആ രാജ്യത്തിന്റെ ഉള്ളിൽ വെച്ച് നടന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഉള്ളിൽ അവിടുത്തെ പ്രസിഡന്റിന്റെ സെറമണിക്ക് വേണ്ടി വന്ന ആ ഒരു ഗസ്റ്റിന് സംഭവിച്ച ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ രാജ്യം വിളിച്ചു വരുത്തി ഗസ്റ്റായിട്ട് ആനയിച്ച് കൊണ്ടുവന്ന് അവിടെ കിടത്തി ഉറക്കിയ ആള് പിന്നെ എണീറ്റിട്ടില്ല. അതാണ് ഇസ്രായേൽ. അതിനെക്കുറിച്ച് എന്ത് സംഭവിച്ചു, എങ്ങനെ ചെയ്തു, ആരാണ് ചെയ്തത്, ഏത് സാഹചര്യം കുറിച്ച് ഒരു പഠനമോ ഒന്നും തന്നെ അവിടെ നടത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതിനുള്ള കഴിവോ അവർക്കില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഇനിഷ്യൽ അറ്റാക്ക് ചെയ്തത് 5 ടാർഗറ്റുകളാണ്. ഈ 5 ടാർഗറ്റുകളിൽ നമ്പർ 1 തെഹ്റാൻ, നമ്പർ 2 നറ്റാൻസ്, നമ്പർ 3 അറാഖ്, നമ്പർ 4 കെർമൻഷാ എന്ന് പറഞ്ഞൊരു സ്ഥലം, നമ്പർ 5 തബ്രീസ്. ഈ 5 സ്ഥലങ്ങളാണ് ഇസ്രായേലിന്റെ ടാർഗറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ തെഹ്റാനിൽ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, തെഹ്റാനിൽ IRGCയുടെ ഹെഡ് ക്വാർട്ടേഴ്സിനെ മൾട്ടിപ്പിൾ ടൈം അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ. അതുപോലെ തെഹ്റാനിൽ തന്നെ IRGCയുടെ മിലിറ്ററി ബേസ്, അതുപോലെ തന്നെ IRGCയുടെ എയർ ബേസ്, ഇത് രണ്ടും അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മൾട്ടിപ്പിൾ ടൈം അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. തെഹ്റാൻ ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ അറ്റാക്കിനെ ക്ലാസിഫൈ ചെയ്തത് 3 തരത്തിലാണ്. 1 എനർജി ഇൻഫ്രാസ്ട്രക്ചർ, 2 ഇവരുടെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോഗ്രാം നടക്കുന്ന ആ ലൊക്കേഷൻസ്, 3 മിലിറ്ററി ബേസ്. ഇതാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്തിരുന്നത്. ഇതിലുപരിയായിട്ട് ഇതിന്റെ റഡാർ സിസ്റ്റം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം എന്തായി? നിങ്ങൾക്ക് എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ലേ? കഴിഞ്ഞ തവണ ഇസ്രായേൽ അറ്റാക്ക് നടത്തിയപ്പോഴത്തേക്ക് നിങ്ങൾ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നൊക്കെ പറഞ്ഞതല്ലേ, എന്താണ് നിങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് അതിന്റെ ഉത്തരമുണ്ട്. ഇസ്രായേലിന്റെ സൈഡിലുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ റഡാർ സിസ്റ്റമാണ് അറ്റാക്ക് ചെയ്ത് കളഞ്ഞതായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റികൾ ഇരിക്കുന്ന പർട്ടിക്കുലർ സ്ഥലങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇസ്രായേൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന് അറാഖ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫെസിലിറ്റി അവിടെ ഉണ്ട്. 2 ഫോർദോ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ന്യൂക്ലിയർ ഫെസിലിറ്റി ഉണ്ട്. 3 നട്ടാൻസിലുണ്ട്. 4 ഈ താഴെ നിങ്ങൾ നോക്കൂ, ബുഷർ എന്ന് പറഞ്ഞ സ്ഥലം, ആ ബുഷർ എന്ന് പറഞ്ഞ സ്ഥലത്തും ന്യൂക്ലിയർ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ അടുത്തുള്ളത് ഇഷ്ഫഹാനിലാണ്. ഇഷ്ഫഹാനിലും ഈ ന്യൂക്ലിയർ ഫെസിലിറ്റി ഉണ്ട്. അത് ആണവായുധങ്ങൾ ഉണ്ട് എന്ന് IAEA കൺഫേം ചെയ്ത ലൊക്കേഷനാണ് നറ്റാൻസ്. ഈ നറ്റാൻസ് ഓൾറെഡി തന്നെ ഇസ്രായേലിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ നറ്റാൻസിൽ എന്താണ് മൾട്ടിപ്പിൾ ടൈം അറ്റാക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, പല മാധ്യമങ്ങളും പറയുന്നുണ്ട് ഇറാന്റെ ഉള്ളിൽ 15 ആണവായുധങ്ങൾ ഉണ്ടായിരുന്നു. 15 ആണവായുധങ്ങൾ അവിടെ ഇല്ല. അതാദ്യം മനസ്സിലാക്കണം. 15 ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുള്ള ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് അവർ നടത്തി. 408 കിലോഗ്രാം എൻറിച്ച്ഡ് യുറേനിയം അവരുടെ പക്കലുണ്ടായിരുന്നു. അതാണ് IAEA കണ്ടെത്തിയത്. 15 ന്യൂക്ലിയർ ബോംബ് അവർ ഉണ്ടാക്കി വെച്ചതല്ല. അത് പെട്ടെന്ന് തന്നെ അവർക്ക് ഒരു ആണവായുധമായിട്ട് തട്ടിക്കൂട്ടി എടുത്ത് ആരുടെയെങ്കിലും മേളിൽ കൊണ്ട് ഇടാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ആ ലെവലിലാണ് അവരുണ്ടായിരുന്നത്. അതായത് ഏകദേശം ഒരു ആയുധം തട്ടിക്കൂട്ടാനുള്ള ഒരു ഫുൾഫിൽമെന്റ് റേഞ്ചിൽ അവർ എത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യപ്പെട്ടത്. ഇപ്പം ഞാൻ പറഞ്ഞ മറ്റുള്ള 4 സ്ഥലങ്ങളിലും ഇതേപോലെ എൻറിച്ച്മെന്റ് ചെയ്ത് ഫുൾഫിൽമെന്റ് പ്രോസസ്സ് നടക്കുന്നുവെങ്കിൽ അവിടെയും ആക്രമിക്കും. ഇതിന് അമേരിക്കയുടെ ഒരു പെർമിഷനും ഇസ്രായേൽ എടുക്കത്തില്ല. കാരണം ഇസ്രായേൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലാണ്. മിഡിൽ ഈസ്റ്റിന്റെ
കാര്യത്തിൽ ഇസ്രായേൽ വളരെ കോൺഷ്യസ് ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യും. അത് ഏത് കാലഘട്ടത്തിലും ചെയ്യും. ഇസ്രായേൽ ഇത് അറ്റാക്ക് ചെയ്യും എന്നുള്ളത് അമേരിക്കൻ ഇന്റലിജൻസിന്, CIA-ക്കും അമേരിക്കൻ ഇന്റലിജൻസിന് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അവരിത് തടയാൻ നിൽക്കത്തില്ല. കാരണം അവർ തടഞ്ഞാൽ ഇസ്രായേൽ നിൽക്കത്തില്ല. പിന്നെ ഇസ്രായേലിന്റെ വിമാനങ്ങൾ എയർ റീഫ്യൂവലിംഗ് ചെയ്തത് ഖത്താർ ബേസിൽ വെച്ചിട്ടാണെന്നാണ് ഒരു വാർത്ത വരുന്നുണ്ട്. ഇത് അമേരിക്കയുടെ അറിവോടുകൂടിയാണ് ചെയ്തത് എന്നുള്ളത് ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ അമേരിക്കയുടെ ഖത്തറിലുള്ള അൽ ഉബൈദ് എയർബേസിൽ വെച്ചിട്ടാണ് ഇസ്രായേൽ ഈ എയർ റീഫ്യൂവലിംഗ് ചെയ്തത്. അപ്പൊ പിന്നെ അമേരിക്ക അറിയാതെയാണോ അവിടെ അമേരിക്കൻ ബേസിൽ ഇസ്രായേലിന്റെ വിമാനങ്ങൾ ചെന്നിട്ട് അവിടെ ഫ്യൂവൽ റീഫില്ലിംഗ് ചെയ്യുന്നത്? അപ്പൊ തീർച്ചയായിട്ടും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ട്രംപ് ഇങ്ങനെയൊക്കെ ഉരുണ്ട് കളിക്കും. അതിന്റെ കാരണം വേറെ ഒന്നുമില്ല, ഞായറാഴ്ചത്തെ ഒരു ടോക്കിൽ നിന്നും പിന്മാറുന്നു എന്ന് ഇറാൻ അറിയിക്കുന്നത് വരെ അമേരിക്കയ്ക്ക് ഈ നിലപാട് എടുക്കാൻ കഴിയൂ. ഇപ്പൊ ഞായറാഴ്ചത്തെ ഒമാൻ ടോക്കിന് ഇറാൻ വരുന്നില്ല എന്ന് പറയുന്നെങ്കിൽ അമേരിക്കയുടെ യഥാർത്ഥ മുഖം തുറന്നു കാണിക്കും. പിന്നെ ഈ ഒരു ആക്രമണം നടത്തുന്നതിന് മുമ്പേ സുബാഷി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ആദ്യം ആക്രമിച്ചത്. ഈ സുബാഷി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇറാന്റെ സെൻട്രൽ റഡാർ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ആദ്യം അറ്റാക്ക് ചെയ്ത് തച്ച് തകർത്ത് കളഞ്ഞത്. എന്നിട്ടാണ് ഫുൾ ആക്രമണം നടത്തിയതായിട്ട് പറയുന്നത്. ഇപ്പം ഇതിനകത്ത് ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് ഇറാന്റെ എയർ സ്പേസിന്റെ ഉള്ളിൽ പോയി ആക്രമണം നടത്തിയോ അല്ലെങ്കിൽ ഇറാന്റെ ബോർഡറിന്റെ വെളിയിൽ നിന്ന് ആക്രമണം നടത്തിയോ എന്നുള്ളതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും ആക്രമണം 330 അറ്റാക്ക് നടത്തുമ്പോഴത്തേക്കും ഇറാന്റെ എയർ സ്പേസിൽ പോയി അറ്റാക്ക് നടത്തിയില്ല എന്നൊക്കെ പറയുന്നത് വളരെ ബാലിശമാണ്. ആ ഒരു നിഗമനത്തിലൊന്നും എത്തേണ്ട ആവശ്യമില്ല. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള വീഡിയോ ഫുട്ടേജോ ഒന്നും തന്നെ ഇറാന്റെ പക്കലില്ല. കാരണം അവരൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു എന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും IRGCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അറ്റാക്ക് ചെയ്ത സമയത്താണ് ഈ ഹുസൈൻ സലാമി എന്ന് പറഞ്ഞ അവിടുത്തെ ഏറ്റവും ടോപ്പ് ലീഡർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാ തവണയും അറ്റാക്ക് നടത്തുന്ന പോലെ അല്ല ഇത്തവണത്തെ ഒരു അറ്റാക്ക്. കാരണം ഇത്തവണത്തെ ലോസ് എന്ന് പറഞ്ഞാൽ ഇറാനിൽ, അതായത് എന്തെങ്കിലുമൊക്കെ ആക്രമണങ്ങൾ ഇറാനിലേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എന്ത് നടപടി എടുക്കണം, ഏത് രീതിയിൽ തിരിച്ചടിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ ഒരു കൂട്ടം ആൾക്കാരെയാണ് ഇസ്രായേൽ തൂത്തുപറക്കി കളഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പം പുതിയതായിട്ട് ഒരു സംഘം ആൾക്കാരെ കൊണ്ടുവന്ന് ഇരുന്ന് തീരുമാനിക്കണം എന്താണ് ചെയ്യാനുള്ളത്, എന്ത് ചെയ്യാമെന്നുള്ള രീതിയിലൊക്കെ ഇനി തീരുമാനിച്ചിട്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ. അതായത് ഇറാന്റെ ആക്ഷൻ പ്ലാൻ ടീമിനെയാണ് ഇസ്രായേൽ വൈപ്പ് ഔട്ട് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയിപ്പം ആയത്തുള്ള ഖമനയൊക്കെ ഉണ്ട് അവിടെ. ഇനിയിപ്പോൾ അവരൊക്കെ കൂടി ചേർന്ന് തീരുമാനിച്ച് ഇനി ഇസ്രായേലിനെ ഏത് രീതിയിൽ റിറ്റാലിയേറ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കും. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ റിറ്റാലിയേറ്റ് ചെയ്യുന്നതിന്റെ പേരിലാണ് ഡ്രോൺ അയച്ചത്. ഡ്രോണൊക്കെ ഇസ്രായേൽ അത് ഇന്റർസെപ്റ്റ് ചെയ്ത് കളയും. ോടുകൂടി വെള്ളിയാഴ്ച രാവിലെ 10-15 ഏതാണ്ട് 100ഓളം ഡ്രോണുകൾ ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് പാഞ്ഞെടുക്കുകയുണ്ടായി. അത് ഏരിയൽ എയർ ഡിഫൻസ് സിസ്റ്റം വെച്ചിട്ട് ഇസ്രായേൽ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഏത് നിമിഷവും ഇറാന്റെ പക്കൽ നിന്നും അതുപോലെ തന്നെ ഇറാഖിന്റെ പക്കൽ നിന്നുള്ള ചാൻസ് 20%. പക്ഷെ അതേസമയം യമന്റെ സൈഡിൽ നിന്നുമുള്ള മിസൈലുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് നിലവിലെ ഉള്ള ഒരു പൊസിഷൻ. അമേരിക്കയ്ക്കും ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണത്തിനും യാതൊരു ബന്ധമില്ല എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു പൊള്ളയായ സ്റ്റേറ്റ്മെന്റ് ഞാനിവിടെ തുറന്നു കാണിച്ചിരിക്കുകയാണ്. ഇത്രയും ലീഡേഴ്സിനെ ഇറാൻ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇറാൻ തീർച്ചയായിട്ടും സൺഡേ ആ ഒരു മീഡിയേഷൻ ടോക്കിന് വരാനുള്ള സാധ്യത തന്നെ വളരെ കുറവാണ്. ഇനി അഥവാ വന്നാൽ തന്നെയും അമേരിക്ക ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ഡീലിൽ വന്ന് ഒപ്പിടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വളരെ വളരെ സംശയമാണ്. ഞായറാഴ്ചത്തെ മീറ്റിംഗ് ഒരു പ്രതീക്ഷയും വേണ്ട. അതിലുപരിയായിട്ട് ഇറാൻ എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇറാന്റെ ഉള്ളിൽ ഒരു കലാപം തന്നെ പൊട്ടിപ്പുറപ്പെടും. കാരണം ഇത്രയും ലീഡേഴ്സിനെ നഷ്ടപ്പെട്ടിട്ടും ഇറാൻ വന്ന് ന്യൂക്ലിയർ ഡീൽ സൈൻ ചെയ്തു, അല്ലെങ്കിൽ ന്യൂക്ലിയർ ഡീൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിൽ തന്നെ 2 ടീമുകളായിട്ട് ഇറങ്ങി അവിടെ നല്ല രീതിയിലുള്ള കലാപം പൊട്ടിപ്പുറപ്പെടും. അപ്പോൾ ശരിക്കും ആ ഒരു രീതിയിലുള്ള ഒരു സൊല്യൂഷനും ഇവിടെ പ്രതീക്ഷിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത് നമ്മുടെ ഒരു മെയിൻ ചാനലാണ്. നമുക്കൊരു സെക്കൻഡറി ചാനൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇൻസൈറ്റ്സ് ഗ്ലോബൽ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം. അതിലും വളരെ രസകരമായിട്ടുള്ള, മറ്റാരും കവർ ചെയ്യാത്ത രീതിയിലുള്ള, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളും സബ്ജക്റ്റീവ് അനാലിസിസ് ഒക്കെ അതിനകത്ത് വരുന്നതായിരിക്കും. കാരണം നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചാനൽ വേണം എന്നുള്ളത് വളരെ അനിവാര്യമാണ്. കാരണം ഇന്നത്തെ സൈബർ ലോകം നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റിക്കവറി ഓപ്ഷൻ വേണം എന്നുള്ള രീതിയിലാണ് ഒരു സെക്കൻഡറി ചാനലായിട്ട് അത് റൺ ചെയ്യുന്നത്. എല്ലാ ദിവസവും 2 ചാനലുകളിലും നമ്മൾ വീഡിയോ ഇടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.